പള്ളിക്കുദാശ 4-ാം വ്യാഴം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ശിഷ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാനായി ഈ ലോകത്തിൽ നിന്ന് യാത്രയാകാൻ സമയമായെന്നറിഞ്ഞപ്പോൾ അന്തിമോപദേശം പോലെ യേശു നടത്തുന്ന പ്രാർത്ഥനയാണ് ഇന്നത്തെ ചിന്താവിഷയം. അവിടെ യേശു തനിക്ക് വേണ്ടിയും താൻ തിരഞ്ഞെടുത്ത ശിഷ്യർക്ക് വേണ്ടിയും തന്നെ അനുഗമിക്കാനിരിക്കുന്ന നാമമടങ്ങുന്ന സകല ശിഷ്യഗണങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നാം ലോകത്തിലാണ്. ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ എന്നിവയുടെ സ്വാധീനത്താൽ ലോകത്തിന്റെ ഭാഗമാകുവാനുള്ള പ്രവണത സ്വാഭാവികമാണ്. അത് നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയും. ദൈവസ്നേഹവും ലോകസ്നേഹവും ഒന്നിച്ചു പോകുകയില്ല. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാം വാക്യം. യേശു ലോകത്തിലേക്ക് വന്നത് അതിനെ വിശുദ്ധീകരിക്കാനാണ്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. നമുക്ക് വേണ്ടി കുരിശിൽ സ്വന്തം ജീവൻ സമർപ്പിച്ചുകൊണ്ടാണ് അവൻ നമ്മെ വിശുദ്ധീകരിച്ചത്. അവർ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോ മിശിഹായുടെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാമും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 10-ാം വാക്യം. ദൈവത്തിനു വേണ്ടി നീക്കിവെക്കപ്പെടുകയും കൂദാശ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് നാം വിശുദ്ധരായിരിക്കുക. ദേവാലയവും വിശുദ്ധ വസ്തുക്കളുമൊക്കെ കൂദാശ ചെയ്യപ്പെടുമ്പോൾ അത് വിശുദ്ധീകരിക്കപ്പെടുന്നു. പിന്നീടത് അശുദ്ധ കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല. മാനുഷിക ബലഹീനതയാൽ നാം പാപത്തിൽ നിന്ന് വീണുപോയാൽ നാം അവ ഏറ്റുപറഞ്ഞാൽ അവൻ നീതിമാനും വിശ്വസ്തനുമാകയാൽ അവൻ നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് നിന്നെ വിശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം. മാമോദീസായിലൂടെ കൂദാശ ചെയ്യപ്പെട്ട നമ്മുടെ ജീവിതം പാപവിമുക്തമായി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട്.